നമസ്കാരം. ഷിംജിത മുസ്തഫയ്ക്കെതിരെ പരാതിയുമായി മറ്റൊരു പെൺകുട്ടി രംഗത്ത്. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പരാതിയാണ് കണ്ണൂർ പോലീസിലെത്തിയത്. തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പരാതിയുടെ വിശദാംശം ആവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരാവകാശ അപേക്ഷ ദീപകിന്റെ കുടുംബം നൽകി. ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 17-നാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം കേസിൽ പ്രതിയായ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബസ്സിൽ അസ്വാഭാവികമായ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ലെന്നും ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദീപകിന്റെ ഭാഗത്തു നിന്ന് ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്ന് ബസ് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയായ ഷിംജിത ബിരുദാനന്തര ബിരുദധാരിയും മുൻപ് വാർഡ് മെമ്പറുമായിരുന്ന വ്യക്തിയുമാണ്. ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഒരാളുടെ ആത്മഹത്യക്ക് കാരണമായേക്കാമെന്ന ബോധ്യം പ്രതിക്ക് ഉണ്ടായിരുന്നു. മരിച്ച ദീപകിനെ ഉൾപ്പെടുത്തി 7ഓളം വീഡിയോകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായും ശേഷം ആയവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഹണി ട്രാപ്പ് ആരോപണത്തിൽ ഷിംജിത മുസ്തഫയ്ക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ദീപക് ഭീഷണിക്ക് വിധേയമായോ എന്നാണ് സംശയമുയർന്നത്. ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന വേഗത്തിലാക്കുവാനാണ് പോലീസ് നീക്കം. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടന്നുവെന്ന ആരോപണത്തിൽ ഷിംജിത ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതേ നിലപാട് കോടതിയിലും സ്വീകരിക്കും. സംഭവം നടന്ന ബസ്സിലെ CCTVയിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാകും പ്രോസിക്യൂഷന്റെ വാദം. ഷിംജിത മുസ്തഫയുടെ പേരിൽ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഷിംജിതയുടെ സഹോദരനാണ് പരാതി നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഒരാൾ ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് പരാതി. ഈ പരാതിയിൽ ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല. ഇമെയിൽ വഴിയാണ് പോലീസിൽ പരാതി നൽകിയത്. കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് അപമര്യാദയെ പെരുമാറിയെന്ന തരത്തിൽ വീഡിയോ സഹിതം ഷിംജിത മുസ്തഫ സമൂഹ മാധ്യമത്തിൽ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപകിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുകയും ചെയ്തു. ഇതിനിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ദീപകിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഷിംജിതയ്ക്കെതിരെ തുടർന്ന് പോലീസ് കേസെടുത്തു. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ഷിംജിതയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഷിംജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ബസ്സിൽ നിന്ന് ഷിംജിത 7 ദൃശ്യങ്ങൾ പകർത്തിയതായാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് 9-10 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളായി മാറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ഷിംജിതയ്ക്ക് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഷിംജിതയുടെ ഫോൺ വിശദമായി തന്നെ പരിശോധിക്കുവാനാണ് പോലീസ് നീക്കം.